ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് PVCയുടെ കിണർ ഡോർ ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞാൽ നമ്മൾ MS കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MS കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാമ്പത്തികമായിട്ട് സമ്മതിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ നമുക്ക് പ്രൈസ് കമ്പാരിറ്റീവ്ലി ഏകദേശം 4-1 കുറഞ്ഞു കിട്ടും നമുക്ക് ഈ ഒരു PVCയുടെ ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, ഇതിൻ്റെ സേഫ്റ്റി എങ്ങനെ ആക്കാൻ വേണ്ടി പറ്റും, ഇതിന് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കിണറിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോൾ കിട്ടിയ ഹൈറ്റ് നമുക്ക് ഔട്ടറിൽ നിന്ന് എടുക്കാതെ ഈ ഒരു അളവിൽ നിന്ന് എടുക്കണം. കാരണം നമുക്ക് ആ ഒരു ബക്കറ്റ് വെക്കുന്ന ആ ഒരു ഭാഗം, വെള്ളം വലിച്ചിട്ട് വെക്കുന്ന ആ ഒരു ഭാഗം, അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് തടസ്സം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡോർ ഉള്ള അതേ ഇപ്പോൾ ഉള്ള അതേ ഒഴിവ് തന്നെ നമുക്ക് ഗ്യാപ്പ് കിട്ടണം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് 53.5 ഇഞ്ചാണ്. അത് ഇവിടെ നിന്ന് എടുക്കും. അതിനുശേഷം നമ്മളെ 45 ഈ ഒരു മാർക്കിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഷാർപ്പായിട്ട് തന്നെ ആ ഒരു നമ്മൾ വെച്ച അളവ് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ അകത്തേക്കുള്ള വുഡ് കയറ്റാൻ വേണ്ടി പോയിരുന്നു. കുറച്ച് അത്യാവശ്യം കാതലുള്ള തന്നെ കയറ്റുക. നമ്മൾ വെള്ളം നനയുന്നുണ്ട്. ഇതൊന്നിക്കൽ വണ്ണം വെച്ചിട്ട് സ്ക്രൂ പോകാനും ചാൻസ് ഉണ്ട്, പിന്നെ സ്ക്രൂ തുരുമ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻട്രലായിട്ടൊന്നും ഈ ഭാഗത്തേക്ക് ബിഗ് കോർണർ ഇട്ടിട്ട് ഈ ഒരു കോർണറിൽ ഒരു സ്ക്രൂ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബിഗ് കോർണറിൽ തന്നെ സ്ക്രൂ വെക്കാൻ വേണ്ടി പറ്റും. ഇതൊന്നും സ്പെയർ ആയിട്ട് ഇടുന്നതാണ്. ഏതായാലും ഒരു സൈഡ് നമ്മൾ ലോക്ക് പിടിപ്പിക്കാൻ വേണ്ടി ടവർ ബോൾട്ട് വെക്കുമ്പോൾ ഇടണം. അപ്പോൾ പിന്നെ ഒന്നും കൂടി ആ അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് സ്പെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എ ഫ്രെയിമിൻ്റെ അകത്ത് വുഡ് കയറ്റിയിട്ടുണ്ട്. എ ഫ്രെയിമിൻ്റെ അകത്ത് കയറ്റുന്ന സമയത്ത് നമ്മൾ സെൻറ്ററിലല്ല കയറ്റിയിട്ടുള്ളത്, കുറച്ച് താഴ്ത്തിയിട്ട് ചെയ്തത്. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ടവർ ബോൾട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ ടവർ ബോൾട്ട് ഓവർ ഹൈറ്റിലായി പോകുന്നുണ്ടാകുന്ന കുറച്ച് ഇങ്ങനെ താഴ്ത്തിയിട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഒരു 3 വരി കല്ലുണ്ടാവും, 3-4 വരി കല്ലോ അല്ലെങ്കിൽ ബ്രിക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ടാവും കിണറിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗത്ത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതി കൊടുക്കുന്ന സമയത്ത് ഓവർ ഹൈറ്റ് ആയിപ്പോൾ നമ്മൾ തലക്ക് മുകളിൽ നിന്നുള്ള ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഈ ടവർ ബോൾട്ട്. ഇതാകുന്ന സമയത്ത് കുറച്ച് താഴ്ന്ന് കിട്ടും. നമുക്ക് സാധാരണ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ഹൈറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതേ ഹൈറ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഒരു വുഡ് കയറ്റി കൊടുക്കണം. അപ്പോൾ കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് ബിഗ് കോർണർ എല്ലാത്തിനും ഉപയോഗിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നതുകൊണ്ട് തന്നെ ഹിഞ്ചസ് ഇതിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സാധാരണ വുഡ് മാത്രം വരുന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ഒരു പീസായിട്ടാണ് ഇവിടുന്ന് ജോയിൻറ്റ് വരിക. അപ്പോൾ ഹിഞ്ചസ് ആ വുഡിൽ മാത്രമാണ് തൂങ്ങി നിൽക്കുക. ഇതാകുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്നും കൂടി ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നല്ല പ്ലേ ഉണ്ട്. അപ്പോൾ പ്ലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയാണ് ഒരു സ്ക്രൂ അടിച്ചു കൊടുക്കുക. ഏകദേശം 3/8 പ്ലേ ഉണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടി വരും. അത് മതിയാവില്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി ലൂസാക്കണം. ഇങ്ങനെ ടൈറ്റിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകുന്ന പ്രശ്നമില്ല. നമ്മൾ സാധാരണ നോർമൽ ടൈപ്പ് ഇടുന്നതാണെങ്കിൽ ഇത് നമ്മൾ ഇട്ട് അപ്പുറത്ത് സ്ക്രൂ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ കളിക്കും. സ്ക്രൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ അനക്കി കഴിഞ്ഞാലും താഴോട്ടേക്കൊന്നും പോകില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ ഈ ഒരു എഡ്ജ് കണക്കാക്കി വെച്ചിട്ട് അപ്പുറത്ത് സ്ക്രൂ ചെയ്ത് നോക്കുക. അപ്പോൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരു സ്ക്രൂ മസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന വിധത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ 2 സ്ക്രൂവും ഇതിലേക്ക് വരുന്ന വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഇത് നമുക്ക് ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഓരോ സ്ക്രൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. നമ്മൾ പണ്ട് ചെയ്യുന്ന ഒരു രീതിയില്ല, വുഡ് ഇങ്ങനെ സ്ട്രൈറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതി പോലെ തന്നെ കിട്ടും. ഒന്ന് ഇവിടെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈസ് ലോ ആയിട്ടും അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലിൽ കാണാൻ ഭംഗിക്കും. സ്ട്രെങ്ത്ത് കൂടും, കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഉള്ള സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതി, ആദ്യത്തെ രീതി എന്ന് പറയുന്നത് മൾട്ടി പാനൽ വെച്ചിട്ടുള്ള രീതിയാണ്. അതിൽ എ ഫ്രെയിം വാങ്ങി വിട്ട് മൾട്ടി പാനൽ നമ്മൾ അടുക്കായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വുഡ് കയറ്റിയിട്ട് അതിലേക്ക് ഹിഞ്ചസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് ഇത് വാളിലേക്ക് അടിക്കുക, 2 പീസായിട്ട് ഉണ്ടാവുക. ഹിഞ്ചസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് കാണാൻ ചെറിയൊരു വൃത്തിയിടാന്ന്. അപ്പോൾ നമുക്ക് കട്ടില വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. കട്ടില തന്നെ 3 ഭാഗമാക്കിയിട്ട് ചെയ്യാം, 4 ഭാഗമാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് 4 ഭാഗമാക്കിയിട്ടുള്ള രീതിയാണ്. ചിലവ് തീർക്കുന്ന വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഇഞ്ചിൻ്റെ പാനൽ വാങ്ങിയിട്ട് നമ്മൾ ഇതേ എ ഫ്രെയിമിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് H ചാനലാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് 2 പാനലിൻ്റെ ഭാഗം വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന പ്രൈസ് ഏകദേശം 1800 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് ഒരു 1400-1500 വരും. ഇതിന് ഏകദേശം ഒരു 1800
1900 ആ ഒരു 2000 താഴെയുള്ള ഒരു റേറ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 30 ഇഞ്ചിൻ്റെ പാനൽ വാങ്ങിയിട്ട് അതിന് കറക്റ്റായിട്ട് ഒറ്റ ജോയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവും. പ്രൈസ് പറയാൻ വേണ്ടി വിട്ടുപോയി. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 2400 2500 ആ ഒരു റേഞ്ചിൽ താഴെയായിട്ട് വരും. ഫിറ്റിംഗ് ചാർജ്, മേക്കിംഗ് കംപ്ലീറ്റ് എല്ലാം കൂടി. അപ്പോൾ 25-ൻ്റെത് വരുന്നുണ്ട്, 28 ഇഞ്ചിൻ്റെ വരുന്നുണ്ട്, 30 ഇഞ്ചിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 30 ഇഞ്ചിൻ്റെ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എച്ച് വന്നിട്ടുള്ള ഒരു ജോയിൻറ്റും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാണാൻ ഒരു ഭംഗിയല്ല, നമ്മൾ ഏതായാലും ഒരു വീട്ടിൻ്റെ ഒരു ഭാഗം തന്നെ വരുന്നത്. ഒരു 200-300 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഭംഗി കുറക്കണ്ടെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈറ്റ് മാത്രമേ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ കിട്ടിയ അളവിൽ നിന്ന് 4 ഇഞ്ച് കുറക്കുക. ഇപ്പോൾ അത് 51.25 ഉള്ളത്. അപ്പോൾ 51.5 ഇഞ്ചിൽ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൂട്ടായിട്ട് കട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കണ്ട, ഈ കാണുന്ന പോലെ പൊള്ളയായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇതിൻ്റെ ബോഡി വരുന്നത് അധികം ആൾക്കാർ സോളിഡാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സോളിഡ് അല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഫ്രെയിമിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ എ ഫ്രെയിം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹോൾസ് അടയും. അപ്പോൾ ഈ എ ഫ്രെയിം ഫിറ്റാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ വുഡ് വരുക. അപ്പോൾ ഈ ഹോളാണ് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ഹോൾ വരുന്നത്. ലോക്കാവാൻ വേണ്ടി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പുറത്തോട്ടൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഹോളിലേക്കാണ് നമുക്ക് വുഡ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ അകലം ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു അകലം കണക്കാക്കിയിട്ട് കുറച്ച് നീട്ടിയിട്ടുള്ളത് തന്നെ വെച്ച് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് താഴ്ത്താനോ പൊക്കാനോ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വുഡ് കയറ്റാൻ വേണ്ടി പോയി. അപ്പോൾ ഈ എ ഫ്രെയിം ഇടുന്ന സമയത്ത് ലോക്കിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണെന്ന് ഉറപ്പിക്കുക. നമ്മൾ ആ വുഡിട്ട ഭാഗം തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇപ്പോൾ എ ഫ്രെയിം കയറ്റി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി പോയെന്ന്. ഈ കോങ്കുത്ത് തീർക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ അധികം സൈറ്റിൽ നിന്നാണ് ചെയ്യൽ. കാരണം നമ്മൾ ഇവിടുന്ന് കോങ്കുത്തെല്ലാം തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ കയറുന്ന ആ ഒരു സ്ഥലത്ത് ചെറിയൊരു പ്രശ്നമെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളിവിടെ സ്ക്രൂ ചെയ്തിട്ടാണ് ചെയ്യൽ. ഇതന്നെ ഗമ്മിട്ടിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു കോർണറിൽ സ്ക്രൂവാണ് ചെയ്യൽ. ഇപ്പോൾ ഈ സ്ക്രൂ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇനിയിപ്പെങ്കിലും ഇത് അഴിച്ചിട്ട് എന്തെങ്കിലും വേറൊരു കാര്യത്തിന് ഉപയോഗിക്കണം. ഇതിൻ്റെ കോർണർ പൊട്ടിപ്പോയി എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൊരു ഗുണമുണ്ട്. ഇതിൽ ഗമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ കോർണർ പൊട്ടിയിട്ട് ഈ ഒരു ഭാഗം തൂങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ തന്നെ എപ്പോൾ ഉണ്ടാവും. നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഭാഗമൊക്കെ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്രൂ ഇവിടെ വരുന്ന വിധത്തിൽ ചെയ്യുക. അത് സെൻറ്ററിൽ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റ് പൊട്ടും. അപ്പോൾ കുറച്ച് മുകളിലോട്ടായിട്ട് അടിക്കുക ആദ്യത്തേത്. പിന്നെ അടുത്ത വരുന്നത് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് അടിക്കും. അപ്പോൾ നേരത്തെ എ സെക്ഷനിൽ കാണിച്ച പോലെ തന്നെ നമ്മളെ കട്ടിലേക്കും കൂടി അതുപോലെ തന്നെ കോർണർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബിഗ് കോർണറിനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചസ് സൈഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ വീട്ടുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് ഈ ഒരു സൈഡ് വേണ്ട അപ്പുറത്ത് വേണമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കട്ടിലൊക്കെല്ലാം നമ്മൾ ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സെൻറ്ററിലൊരു ഹോള്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച ആ കോർണറിന് ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹൈറ്റ് കൂട്ടി വെച്ചത്. അപ്പോൾ ബക്കറ്റ് വെക്കുന്ന സമയത്ത് ഇവിടെ തടസ്സം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിലാണ് വരും. ഉള്ളിലാക്കിയിട്ട് വെക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇത് പൊക്കിയിട്ട് വെക്കുന്നതാണെങ്കിൽ ഒരു തടസ്സം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ അടിച്ച് ഡ്രിൽ ചെയ്ത് ഫിറ്റാക്കാം. അതുപോലെ തന്നെ ഈ കോർണറുകളിൽ ഫിറ്റായി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. പിന്നെ കഴിഞ്ഞ MS-ൻ്റെ ചെയ്ത വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ ഡോർ ആക്കി കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് കുറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഒന്നിങ്ങോട്ട് പോകാം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുറ്റി കാണില്ലേ, അതിന് ഡോറ് തുറക്കുന്ന സമയത്ത് തട്ടും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ആക്കാത്തത്. അപ്പോൾ ഡബിൾ ഡോർ ആക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പാസ്സായി കിട്ടും. അത് ആ ഒരു കാരണം കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിന് അത്രയും എക്സ്പെൻസ് കുറക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ബേബിയിൽ വെച്ച് ലോക്കാണ് ഫിറ്റാക്കിയുള്ളത്. അധിക സ്ഥലത്ത് സിലിണ്ടറിക്കലിൻ്റെ PVC ലോക്ക് കുടുങ്ങിപ്പോയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്നും പോയി കണ്ടോട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫിറ്റാക്കാൻ വേണ്ടി പോയി അതിന്. അപ്പോൾ ഹിഞ്ചസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് 4-5 ഇഞ്ചസാണ് വെക്കുന്നത്. SS-ൻ്റെ 304-ന് വെക്കോ. അപ്പോൾ നമുക്ക് പിന്നെ തുരുമ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 4 ഇഞ്ച് വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ 2 ഇതിന് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്ട്രോങ്ങിൽ തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് 3 ഇഞ്ച് വെച്ചിട്ടും ചെയ്യലുണ്ട്. അപ്പോൾ ഇഞ്ചസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചസ് സെറ്റാക്കാൻ വേണ്ടി പോയത് നമ്മൾ ഈ ഭാഗത്തും വലിയ കോർണറിനെ ഉപയോഗിച്ചിന്. അപ്പോൾ ആ വലിയ കോർണറിൽ കിട്ടുന്ന വിധത്തിൽ തന്നെ സെറ്റാക്കും. മുകളിലൊരു 4 ഇഞ്ച് ഗ്യാപ്പിട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ താഴെ.
അപ്പോൾ സ്ക്രൂ ഒക്കെ വെച്ച് കംപ്ലീറ്റ് ആയി. നമ്മളിനി ഇത് അടച്ചിട്ട് കോങ്കുത്ത് തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ കോങ്കുത്ത് തീർക്കാണ്ട് പോയത് നമുക്ക് ആവശ്യമുള്ള ലെവലിൽ ഇങ്ങനെ പൊക്കുക. എന്നിട്ട് ഈ ഒരു കോർണറിൽ ഓരോ സ്ക്രൂ അഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അഴിച്ചിട്ട് ഇത് എല്ലാ മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെറിയൊരു ചരിവ് വരുന്നത്. ഇവിടെ ഒരു ഹോൾ അടിച്ചു കൊടുക്കും. ടവർ ബോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് നേരത്തെ നമ്മൾ വെച്ച ആ ഒരു വുഡിൻ്റെ അളവിൽ വെച്ചിട്ട് കറക്റ്റായി സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ സംഭവം ഫിറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് 2200 രൂപ കേട്ടോ. 35-ൻ്റെ സിംഗിൾ പാനൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് ഇതിന് 25-ൻ്റെ പാനൽ വാങ്ങിയിട്ട് നമ്മൾ വിലങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എച്ച് ടൈപ്പ് ആക്കിയിട്ട് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 1800 ആ ഒരു റേഞ്ചിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ വീതി കൂടുന്ന സമയത്ത് പ്രൈസും അതുപോലെ തന്നെ കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ പ്രൈസ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഒരു 1500 ആ റേഞ്ചിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് പണ്ട് വരുന്ന മൾട്ടി പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള പീസായിട്ട് അടുക്കടുക്കായിട്ട് വെച്ചിട്ടുള്ളത് അത് ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് വരുന്ന പ്രൈസ് 1500 ആണ്. അങ്ങനെ സേഫ്റ്റിക്കാന്ന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം ഇത് സേഫ്റ്റി ആയിട്ടുള്ളൊരു സംഭവം അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പെൻസിൽ വെച്ചിട്ട് കുത്തിയാൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരാളിവിടെ കയറിയിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് കയറി വീട്ടിൻ്റെ ഇത് അധിക ഭാഗം PVC ഡോറിനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നേരിട്ട് നമുക്ക് ആ ഒരു കിച്ചൺ വരെ ഒരു ആക്സസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുന്ന സമയത്ത് മിനിമം നമുക്ക് സ്റ്റീലിൻ്റെങ്കിലും ചെയ്യാൻ വേണ്ടി MS-ൻ്റെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.